ഉള്ളത്തോട് ഉള്ളം. എല്ലാ റെഡ്ഡിയാർ സമുദായ ബന്ധുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു ചെറിയ കഥ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു യുവാവ് മരത്തിൻ്റെ ചുവട്ടിൽ ഉറങ്ങുകയാണ്. അതുവഴി വന്ന ഒരു വൃദ്ധൻ യുവാവിനെ തട്ടി വിളിപ്പിച്ചു. സഹോദര, നിങ്ങൾ നന്നായി പ്രവർത്തിക്കേണ്ട ഈ പ്രഭാത സമയത്ത് നിങ്ങൾ രാവിലെ കിടന്നുറങ്ങുകയാണ്. ഇത് ന്യായമാണോ എന്ന് വൃദ്ധൻ ചോദിച്ചു. ശരി, ഞാൻ എന്ത് ചെയ്യണം എന്ന് യുവാവ് ചോദിച്ചു. നമുക്ക് ഈ കുന്നിലുള്ള വിറകുകളെ വെട്ടിമാറ്റാം. അതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് യുവാവ്. ചെറിയ കെട്ടുകളാക്കി ചന്തയിലേക്ക് കൊണ്ടുപോയി വിൽക്കാനോ എന്ന് യുവാവ്. അതെ, വിറ്റാൽ നിങ്ങൾക്ക് ധാരാളം പണം ലഭിക്കും. പണം കിട്ടുന്നത് കൊണ്ട് എന്ന് യുവാവ്. പണം കിട്ടിയാൽ വീട് വാങ്ങാം, ഭക്ഷണ സാധനങ്ങൾ, മേശയും കസേരയും കിടക്കയും വാങ്ങി എന്ത് ചെയ്യണം എന്ന് യുവാവ്. വീട്ടിലേക്ക് ഭക്ഷണവും വസ്ത്രവും കിട്ടിയാൽ നിന്റെ മനസ്സിൽ സന്തോഷവും സമാധാനം കിട്ടുമെന്ന് വയോധികൻ പറഞ്ഞു. അതിന് ആ യുവാവ് പറഞ്ഞു, എനിക്ക് ഇപ്പോഴും സന്തോഷവും സമാധാനവും ഉണ്ട്. അതുകൊണ്ട് എന്നെ ഉറങ്ങാൻ സമ്മതിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് യുവാവ് ഉറക്കം തുടർന്നു. ഉറങ്ങാൻ വേണ്ടി ഉള്ളതല്ല ജന്മം. മഹാജോതാവായി, ഒരു വിജയിയായി, ഒരു പരിഷ്കാരവാദിയുടെ വേരുകളെ ആഴത്തിൽ നമ്മുടെ മനസ്സിൽ പതിപ്പിക്കാം. ഇത് ചെയ്യാൻ കഴിയും, ഞാൻ ഇത് ചെയ്തു തീർക്കും എന്ന ഉറച്ച ആത്മവിശ്വാസത്തോട് ഏതെങ്കിലും ചെയ്യാൻ തുടങ്ങുക. നേടിയെടുക്കണമെന്ന് വൈരാഗ്യം മനസ്സിൽ പ്രതിഷ്ഠിക്കുക. അതിനുവേണ്ടി നിരന്തരമായി പരിശ്രമിക്കുക. അതിൻ്റെ പേരാണ് ആത്മവിശ്വാസം. ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നവർ ആൽമരങ്ങൾ പോലെ അവർ പടർന്ന് പന്തലിച്ച് വളരുന്നു എന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നു. അബ്ദുൽ കലാം സാറിൻ്റെ ചിന്തകളെ നമ്മുടെ ജീവിതത്തിൻ്റെ പകർന്നുകൊണ്ട് നമുക്ക് വളരാം. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ.